أعوذ بالله من الشيطان الرجيم. ألم تر إلى ربك كيف مد الظل ولو شاء لجعله ساكنا ثم جعلنا الشمس عليه دليلا ثم قبضناه إلينا قبضا يسيرا وهو الذي جعل لكم الليل لباسا والنوم سباتا وجعل النهار نشورا وهو الذي أرسل الرياح بشرا بين يدي رحمته وأنزلنا من السماء ماء طهورا لنحيي به بلدة ميتا ونسقيه مما خلقنا أنعاما وأناسيا كثيرا ولقد صرفناه بينهم ليذكروا فأبى أكثر الناس إلا كفورا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സൂറത്തുൽ ഫുർഖാനിലെ 45 മുതൽക്കുള്ള ഏതാനും ആയത്തുകളാണ് നിങ്ങളെ പാരായണം ചെയ്ത് കേൾപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ വചനങ്ങളിലൂടെയെല്ലാം അല്ലാഹുവിൻ്റെ കൃത്യമായ കഴിവുകളെയും അവൻ്റെ മാഹാത്മ്യങ്ങളെയുമൊക്കെ മനസ്സിലായിട്ടും അത് മനസ്സിലാകായ്മ നടിച്ചുകൊണ്ട് യാതൊന്നും ചിന്തിക്കാതെ, ചിന്താശേഷി നൽകിയിട്ടും അത് ഉപയോഗപ്പെടുത്താതെ കാലികളെക്കാൾ അധപ്പതിച്ച രൂപത്തിൽ, നിഷേധമായ രൂപത്തിലുള്ള ഒരു സ്വഭാവം കാണിച്ച ആളുകളെ ഗൗരവപൂർവം താക്കീത് നൽകിയ വചനങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്ന് ഞാൻ നിങ്ങളെ പാരായണം ചെയ്ത് കേൾപ്പിച്ച ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്നിട്ടുള്ള ധാരാളം അനുഗ്രഹങ്ങൾ, അവൻ്റെ മാഹാത്മ്യങ്ങൾ, അവൻ്റെ സൃഷ്ടി വൈഭവങ്ങൾ ആർക്കും മനസ്സിലാക്കാവുന്ന നിലക്ക്, അതിലൊന്നും ഒരാൾക്കും യാതൊരു പങ്കുമില്ല, അവയെല്ലാം ഇവിടെ നടക്കുന്നത് കൃത്യമായ റഹ്മാനായ റബ്ബിന്റെ കൃത്യമായ തീരുമാനപ്രകാരവും അവന്റെ നിയന്ത്രണപ്രകാരവുമാണ്. ആരും വിചാരിച്ചാൽ അവയിലൊന്നും ഒരു മാറ്റവും വരുത്താനാവില്ല. എല്ലാം അല്ലാഹുവിൽ മാത്രം നിക്ഷിപ്തമാണ്. അതുകൊണ്ട് ആ നാഥനെ മാത്രം ആരാധിക്കുകയും അവനോട് മാത്രം പ്രാർത്ഥിക്കുകയും അവനെ മാത്രം വണങ്ങുകയും ആരാധനകളുടെ സർവ്വ അംശങ്ങളും അവനിലേക്ക് മാത്രം തിരിച്ചുവിടുകയും ചെയ്യുവാനുള്ള വളരെ കൃത്യമായ ദിശാബോധം നൽകുന്ന ആയത്തുകളാണ് നമുക്കിന്ന് മനസ്സിലാക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം തന്നെ പറയുന്നത് അലം തറ ഇലാ റബ്ബിക
കൈഫ മദ്ദല്ലിൽ വലൗ ശാഅ ലജഅലഹു സാകിനാ ثم جعلنا الشمس عليه دليلا ثم قبضناه إلينا قبضا يسيرا. റബ്ബ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ള ഒരു പ്രത്യേക അനുഗ്രഹമാണ് ഈ സൂക്തങ്ങളിലൂടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അലം തറ, നീ നോക്കുന്നില്ലേ, നീ കാണുന്നില്ലേ? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടാണ് നേർക്ക് നേരെ അഭിസംബോധനയെങ്കിലും എല്ലാവർക്കും ഇത് ബാധകമാണ്. എല്ലാവരോടുമാണ് ഈ പറയുന്നത്. അലം തറ അഥവാ മനുഷ്യ സമൂഹത്തോട് മുഴുവനും പറയാണ്, നീ നോക്കുന്നില്ലേ? എങ്ങോട്ട്? ഇലാ റബ്ബിക, നിന്റെ രക്ഷിതാവിങ്കലേക്ക്. മനുഷ്യ, നീ നിന്റെ രക്ഷിതാവിങ്കലേക്ക് നോക്കുന്നില്ലേ? രക്ഷിതാവിങ്കലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ നോക്കാൻ നമുക്ക് കഴിയൂലല്ലോ. അതിവിടെ വെച്ച് റബ്ബിനെ കാണുക എന്നുള്ളത് അസാധ്യമാണല്ലോ. ഇവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ നീ ഇവിടെ കാണുന്നില്ലേ, നോക്കുന്നില്ലേ? അലം തറ ഇലാ റബ്ബിക, മനുഷ്യ, നിന്റെ രക്ഷിതാവിങ്കലേക്ക് നീ നോക്കുന്നില്ലേ? എന്താണ് നീ നോക്കി മനസ്സിലാക്കേണ്ടത്? കൈഫ മദ്ദല്ലില്ല, കൈഫ എപ്രകാരമാണ്, എങ്ങനെയാണ്, മദ്ദല്ലില്ല നിഴൽ അവൻ വ്യാപിച്ചിരിക്കുന്നത് എന്ന്. നിഴലിനെ അവൻ വ്യാപിപ്പിച്ചിരിക്കുന്നത്, പരത്തിയിരിക്കുന്നത്, നീട്ടിയിട്ടിരിക്കുന്നത് നീ നോക്കുന്നില്ലേ? മദ്ദ എന്ന് പറഞ്ഞാൽ നീട്ടിയിട്ടു, അതുപോലെ തന്നെ വ്യാപിപ്പിച്ചു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പം ലില്ല് എന്ന് പറഞ്ഞാൽ നിഴൽ, ലിലാല് നിഴലുകൾ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ലില്ല് എങ്ങനെയാണ്, ആ ലില്ല് അഥവാ നിഴലിനെ അവൻ വ്യാപിപ്പിച്ചിരിക്കുന്നത്, നീട്ടിയിരിക്കുന്നത് എന്ന് നീ കാണുന്നില്ലേ, അല്ലെങ്കിൽ നീ നോക്കുന്നില്ലേ? വലൗ ശാഅ ലജഅലഹു സാകിനാ, വലൗ ശാഅ അവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ആര്? അല്ലാഹു. അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലജഅലഹു അതിനെ അവൻ ആക്കുമായിരുന്നു, അതിനെ അവൻ ആക്കുമായിരുന്നു, സാക്കിനൻ നിശ്ചലമാക്കുമായിരുന്നു. സാക്കിൻ എന്ന് പറഞ്ഞാൽ സകന അടങ്ങി, നിശ്ചലമായി എന്നുള്ളതിനൊക്കെ അത് പ്രയോഗിക്കും. അപ്പൊ നിശ്ചലമായ രൂപത്തിൽ, അനങ്ങാതെ അടങ്ങിയ രൂപത്തിൽ അതിനെ ആക്കുമായിരുന്നു. സുമ്മ ജഅൽന ശംസ അലൈഹി ദലീല, സുമ്മ പിന്നെ, ജഅൽന അല്ലാഹു പറയാണ്, നാം ആക്കി, അശംസ സൂര്യനെ, അലൈഹി അതിന്മേൽ, ദലീലൻ ദലീലൻ ഒരു അടയാളമാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ ലക്ഷ്യമാക്കിയിരിക്കുന്നു. ദലീല് എന്നുള്ളതിനെ അടയാളം, ലക്ഷ്യം, തെളിവ് എന്നുള്ളതിനൊക്കെ അത് പ്രയോഗിക്കും. ദലീല്. സുമ്മ ഖബദ്നാഹു ഇലൈനാ ഖബ്ദൻ യസീറ, സുമ്മ പിന്നീട്, ഖബദ്നാഹു നാം അതിനെ പിടിച്ചു, നാം അതിനെ പിടിച്ചെടുത്തു, ഖബദ പിടിച്ചെടുത്തു അല്ലെങ്കിൽ പിടിച്ചു, ഇലൈനാ നമ്മിലേക്ക്, ഖബ്ദൻ ഒരു പിടുത്തം. എങ്ങനത്തെ പിടുത്തം? യസീറൻ ലഘുവായി, അല്ലെങ്കിൽ കുറേശ്ശെയായി നാം അതിനെ നമ്മിലേക്ക് ചുരുക്കിക്കൊണ്ടുവരികയും ചെയ്യുന്നു. എന്താണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന ഒരു അത്ഭുതകരമായ ഒരു വലിയ നിഅമത്താണ് നിഴൽ എന്ന് പറയുന്നത്. എന്താണ് ഈ നിഴൽ എന്ന് പറഞ്ഞാൽ?
നമുക്കറിയാം ഇരുട്ട് പോയിട്ടുള്ള ഒരവസ്ഥ. എന്നാൽ സൂര്യപ്രകാശം എത്തിയിട്ടുമില്ല. വെളിച്ചവുമല്ല ഇരുട്ടുമല്ല, രണ്ടിൻ്റെ ഇടക്കുള്ള ഒരു കാര്യത്തിനാണല്ലോ നമ്മൾ നിഴല് തണല് എന്നൊക്കെ പറയാറുള്ളത്. അത് ഒന്നാമതായി പ്രഭാതം ഉദിച്ചത് മുതൽ, അഥവാ സുബഹിയായത് മുതൽ, പ്രഭാതോദയം മുതൽ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ ഇടക്ക് കുറേ സമയം ഇവിടെ വെയിലൊന്നുമില്ല, എന്നാൽ ഇരുട്ടുമല്ല. അങ്ങനെ ഒരു നല്ല ഒരു തണൽ നമുക്കിവിടെ ധാരാളമായി നമ്മൾ കാണുന്നു പ്രഭാത സമയത്ത്. അത് ഒരു നിഴലിൻ്റെ ഒരു രൂപമാണ്. ഇനി മറ്റൊന്ന് ഇവിടെ ഉദ്ദേശിക്കപ്പെടാവുന്നത് രാത്രിയെ തന്നെയാണ്. രാത്രി മൊത്തം തന്നെയും ഒരർത്ഥത്തിൽ അതൊരു നിഴലാണ്. ഭൂമിയിൽ ഒരു ഭാഗത്ത് സൂര്യന്റെ പ്രകാശം കിട്ടുമ്പോൾ അതിൻ്റെ മറുവശത്ത് ഒന്നാകെ ഇരുട്ട് വ്യാപിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ രാപ്പകലുകൾ, ഒരു പ്രദേശത്ത് രാത്രിയാകുമ്പോൾ മറ്റൊരു പ്രദേശത്ത് പകൽ, അവിടെ പകലാകുമ്പോൾ വേറൊരു ദേശത്ത് രാത്രി. ഇങ്ങനെ അതിൻ്റെ മറുവശം നോക്കുമ്പോൾ ആ നിലക്കും നമുക്കതിനെ മനസ്സിലാക്കാം. അതേപോലെ തന്നെ മൂന്നാമത്തെ രൂപം, ഒരു വസ്തുവിൽ സൂര്യപ്രകാശം തട്ടുമ്പോൾ അതിൻ്റെ അപ്പുറത്തും ഒരു നിഴലുണ്ടാകും. അപ്പൊ നമ്മൾ സൂര്യപ്രകാശത്തിലൂടെ നടന്നു പോകുമ്പോൾ നമ്മുടെ പിന്നിലോ മുന്നിലോ അല്ലെങ്കിൽ വലതുവശത്തോ ഇടതുവശത്തോ ഒക്കെ ആയിട്ട് നമ്മൾ നിഴല് കാണും. അതും നിഴലാണ്. ഇങ്ങനെ 2-3 തരത്തിൽ നമ്മൾ ഇവിടെ നിഴലുകൾ കാണുന്നുണ്ട്. ഇതൊരു വലിയ നിഅമത്തായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നത്. തണൽ കാണാൻ ഒരു തണലുണ്ടെങ്കിൽ, നമ്മൾ വെയിലിൽ അതുപോലെ തന്നെ വളരെ പ്രയാസപ്പെടുന്ന ചൂടിലൊക്കെ ഒരു മരത്തണലോ ഒരു ബിൽഡിങ്ങിന്റെ അകത്ത് കയറി വീടിന്റെ അകത്തുള്ള തണലോ ഒരു ഭിത്തിയുടെ മറവിലുള്ള ഒരു തണലോ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ തണല് കിട്ടുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ്. അങ്ങനെ കുറേ നേരത്തേക്ക് നിലനിൽക്കുന്ന തണലുകളുണ്ട്. ഇത് അള്ളാഹു ചെയ്തു തരുന്നൊരു നിഅമത്താണ്. ഇങ്ങനെ ഒരു തണലില്ലെങ്കിൽ എന്താണ് നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യുക? മനുഷ്യൻ എവിടെ റെസ്റ്റ് എടുക്കും? മനുഷ്യന് ഈ ചൂടിൽ നിന്നൊരാശ്വാസം എപ്രകാരം ലഭിക്കും? അപ്പൊ ഇവിടെ അള്ളാഹു പറയാണ്, നീ നിന്റെ രക്ഷിതാവിങ്കലേക്ക് നോക്കുന്നില്ലേ? കൈഫ മദ്ദല്ലില്ല, തണലിനെ എങ്ങനെയാണ് അവൻ നീട്ടി വ്യാപിപ്പിച്ചിരിക്കുന്നത് എന്ന്. സൂര്യൻ ഉദിക്കുന്നതിൻ്റെ ഇടക്ക് പ്രഭാതം ഉദിച്ചു, ഇപ്പൊ സുബഹിയായി കഴിഞ്ഞാൽ ഇങ്ങനെ പ്രകാശം ഇങ്ങനെ പതുക്കെ വരും. എന്നാൽ അത് വെയിലല്ല, സൂര്യപ്രകാശമല്ല താനും. അതാണ് ഈ നിഴല്, ഈ തണല്. ആ തണൽ ഇങ്ങനെ കുറെ നേരം നിൽക്കും, വ്യാപിച്ചു കിടക്കും, എല്ലായിടത്തും ഉണ്ടാകും. അതേതുവരെ ഉണ്ടാകും? സൂര്യൻ ഉദിക്കുവോളം ഉണ്ടാകും. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ സൂര്യപ്രകാശം തട്ടുന്നിടത്ത് പിന്നെ ആ തണലില്ല. സൂര്യപ്രകാശം ഏതെങ്കിലും സ്ഥൂല വസ്തുക്കളിൽ ഏതെങ്കിലും ഒരു വസ്തുവിൽ ചെന്ന് പതിച്ചാൽ ആ പതിക്കുന്നതിൻ്റെ മറവിലുള്ളത് നിഴലുണ്ടാകും. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വൃക്ഷങ്ങളുടെ നിഴല്, നമ്മുടെ നിഴല്, ബിൽഡിങ്ങുകളുടെ തണല്, നിഴല്, ഇങ്ങനെ പല വസ്തുക്കളിലും സൂര്യപ്രകാശം തട്ടുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് കാണുന്ന നിഴലുകൾ. ഇതൊക്കെ വിശാലമായ അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഴലിനെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ്. വാസ്തവത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഭൂമിയിൽ എല്ലാ വസ്തുക്കളും വാസ്തവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും അവന്റെ കൽപ്പനകളെയും അനുസരിച്ചുകൊണ്ടാണ് ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. ഇവിടെ ആകാശഭൂമികളിലുള്ള ഏതെല്ലാം വസ്തുക്കളുണ്ടോ എല്ലാം ഒന്നുകിൽ സ്വന്തം മനസ്സാലെ വളരെ തൃപ്തിയോടുകൂടി, അതല്ലെങ്കിൽ വെറുപ്പോടെയെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ വണങ്ങാതെ ഒരു വസ്തുവും ഇവിടെ ഇല്ല എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്കൂ, വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി വൽ അർദി തൗഅൻ വകർഹാ വളിലാലുഹും ബിൽ ഗുദുവി വൽ ആസാൽ. ആകാശഭൂമികളിലുള്ളവർ മുഴുവനും അവന് സുജൂദ് ചെയ്യുന്നു. തൗഅൻ, സ്വമനസ്സാലെ സുജൂദ് ചെയ്യുന്നു. വകർഹൻ, വെറുപ്പോടെയും സുജൂദ് ചെയ്യുന്നുണ്ട്. നിർബന്ധിതരായിട്ട് ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ മുനാഫിക്കുകളൊക്കെ അങ്ങനെയാണ്. മുനാഫിക്കുകൾ അവരൊരു നിർബന്ധ രൂപത്തിൽ ചെയ്യാണ്. അതല്ലെങ്കിൽ അവർക്കൊരു താല്പര്യമല്ല, സ്വമനസ്സാലെ ചെയ്യുന്നതല്ല. മുസ്ലിമീങ്ങൾക്കിടയിൽ അവരും മുസ്ലിമീങ്ങളാണ് എന്ന് അഭിനയിക്കുവാൻ വേണ്ടി ചെയ്യുന്ന സുജൂദുകളുണ്ട്. കാരണം അവർക്ക് വിശ്വാസമൊന്നുമില്ല. അങ്ങനെ വെറുപ്പോടെ ചെയ്യുന്നവരുണ്ട്.
അതുപോലെ തന്നെ ചില പ്രത്യേക ഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ വീഴുന്ന പല വിശ്വാസക്കാരുമുണ്ട്. അവരുടെ ആപത്തിന്റെ ഘട്ടങ്ങളിൽ, അത്യാപത്തിന്റെ ഘട്ടങ്ങളിൽ, വേറെ ആരും ഇനി സഹായിക്കാനില്ല എന്നവർക്ക് ബോധ്യമാകുന്ന ഘട്ടങ്ങളിൽ അങ്ങനെ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നവരും ഉണ്ട്. എന്നാലോ നല്ല മനസ്സോടെ, തൃപ്തിയോടെ അള്ളാഹുവിന്റെ മുമ്പിൽ വളരെ വിനീതരായി സുജൂദ് ചെയ്യുന്ന മലക്കുകള്, അതുപോലെ തന്നെ മനുഷ്യരിലെ നല്ലവരായ ആളുകൾ, അവരൊക്കെ അങ്ങനെയാണല്ലോ. അപ്പൊ അത് വേറെ വിഷയം. എന്നാൽ ഞാനിവിടെ ഈ ആയത്ത് സൂചിപ്പിച്ചതിന് ഇതിനെ തുടർന്നുകൊണ്ട് അള്ളാഹു പറഞ്ഞ വാചകം മനസ്സിലാക്കാനാണ്. വളിലാലുഹും ബിൽ ഗുദുവി വല്ലാസാൽ, അവരുടെ തണലുകളും പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മൾ നടന്നു പോകുമ്പോഴുണ്ടാകുന്ന നമ്മുടെ തണലുകളുണ്ട്. പ്രഭാതത്തിലുണ്ടാകുന്ന തണലുകൾ, അതുപോലെ തന്നെ പ്രദോഷത്തിലുണ്ടാകുന്ന തണലുകൾ. സൂര്യൻ നമ്മുടെ മുൻഭാഗത്താകുമ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ ബാക്കിൽ കാണു തണല്. അതുപോലെ തന്നെ ബാക്കിൽ സൂര്യനായി നമ്മൾ മുന്നിൽ നടക്കുമ്പോൾ നമുക്ക് മുന്നിലേക്കാണ് തണൽ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നടപ്പിനനുസരിച്ച് സൂര്യപ്രകാശത്തിൽ നമ്മുടെ ശരീരത്തിൽ പതിക്കുന്നതിനനുസരിച്ച് വലതു ഭാഗത്തേക്ക്, ഇടതു ഭാഗത്തേക്ക്, ഈ ഓരോ ചലനങ്ങളും അതൊക്കെയും ആ നിഴലുകൾ പോലും അള്ളാഹുവിന്റെ മുമ്പിൽ വിധേയരാകുന്നതിൻ്റെ ഒരു കൃത്യമായ തെളിവാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ ലോകത്ത് ഏതൊരു വസ്തുവും തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് സുജൂദ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ സുജൂദ് നമുക്ക് മനസ്സിലാകുന്ന സുജൂദ് ആയിക്കൊള്ളണമെന്നില്ല. ഇപ്പൊ പരിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെയുള്ള എല്ലാ സർവചരാചരങ്ങളും അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, അവനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വഇം മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, എല്ലാ വസ്തുക്കളും തന്നെ അള്ളാഹുവിനെ പ്രകീർത്തിക്കാതെ ഒരു വസ്തുവും ഈ പ്രപഞ്ചത്തിലില്ല. പക്ഷേ വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, അവയുടെ തസ്ബീഹ്, അവരുടെ തസ്ബീഹുകൾ നിങ്ങൾക്ക് മനസ്സിലാവൂല. ഇതേപോലെ ഇവിടെ ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, അവലം യറൗ ഇലാ മാ ഖലഖല്ലാഹു മിൻ ശൈഇ യതഫയ്യഉ ളിലാലുഹു അനിൽ യമീനി വശമാഇലി സുജ്ജദൻ ലില്ലാഹി വഹും ദാഖിറൂൻ. സൂറത്തുൻ നഹ്ലിലെ 48-ാമത്തെ ആയത്ത്. ആദ്യം പാരായണം ചെയ്തത് സൂറത്തുർ റഅദിലെ 15-ാമത്തെ ആയത്താണ്. 48-ാമത്തെ ആയത്ത് സൂറത്തുൻ നഹ്ലിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്, അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടികളിലേക്ക് അവർ നോക്കുന്നില്ലേ? അവർക്ക് കാണാലോ. യതഫയ്യഉ ളിലാലുഹു അനിൽ യമീനി വശമാഇലി, കണ്ടോ അതിന്റെ നിഴലുകൾ, ആ നിഴലുകൾ ചാഞ്ഞുകൊണ്ടിരിക്കുന്നു. അനിൽ യമീനി വശമായിലി, വലത്തോട്ടും ഇടത്തോട്ടുമൊക്കെ. അതൊക്കെ സുജ്ജദല്ലില്ല, അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ട്. വഹും ദാഖിറൂൻ, അവരൊക്കെ വളരെ എളിയവരായ നിലയിൽ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹിന്റെ കൽപ്പനകൾക്ക് വിധേയരായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യരുടെ നിഴലുകൾ വരെ, വസ്തുക്കളുടെ നിഴലുകൾ വരെ, ഇവിടെയുള്ള സർവചരാചരങ്ങളും ഏകനായ സ്രഷ്ടാവ് നിശ്ചയിച്ചിട്ടുള്ള കൃത്യമായ ആ ഒരു കൽപ്പനകൾക്ക് വിധേയമായിക്കൊണ്ട്, വിനീതമായിക്കൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ, മനുഷ്യ നിന്റെ നിഴലുകൾ പോലും അങ്ങനെയാണെങ്കിൽ നീ എന്തേ ഇത്ര ധിക്കാരിയായി മാറുന്നത്? ആകാശഭൂമികളിലുള്ളവർ മുഴുവനും വലില്ലാഹി യസ്ജുദു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, വലില്ലാഹി യസ്ജുദു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മിൻ ദാബത്തിൻ വൽ മലായികതു വഹും ലാ യസ്തക്ബിറൂൻ. ഇതേ സൂറത്തുൻ നഹ്ലിലെ 49-ാമത്തെ ആയത്തിൽ അങ്ങനെ പറയാണ്, ആകാശഭൂമികളിലുള്ളവ സർവം അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യാണ്. ഏതൊരു ജന്തുവാകട്ടെ, എന്തൊരു വസ്തുവാകട്ടെ, ഒക്കെ അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുന്നുണ്ട്. മലക്കുകളും വഹും ലാ യസ്തക്ബിറൂൻ, അവരാകട്ടെ ഒരിക്കലും അഹങ്കരിക്കുന്നവരുമല്ല. അപ്പോ മലക്കുകൾ മുഴുവനും, മനുഷ്യരിലും ജിന്നുകളിലുമുള്ള സത്യവിശ്വാസികളും
സ്വന്തം മനസ്സാലെയും അതുപോലെ തന്നെ അവരുടെ ആഗ്രഹപ്രകാരവും തന്നെ അള്ളാഹുവിന് ആരാധനയായി തന്നെ അവിടെ സുജൂദ് ചെയ്യുന്നുണ്ട്. എന്നാൽ മുനാഫിക്കുകളും മറ്റുള്ളവരും ഒക്കെ താല്പര്യമില്ലാതെ മനസ്സോടെ കേവലം അഭിനയം എന്ന നിലക്കും ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ മുശ്രിക്കുകൾ അവരുടെ അത്യാപൽ ഘട്ടങ്ങളിലും ഒക്കെ അങ്ങനെ ചെയ്യും. എന്തായിരുന്നാലും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് റഹ്മാനായ റബ്ബിന്റെ കൽപ്പനകൾക്ക് വിധേയമായിട്ട് ഇവിടെ എല്ലാം മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ആത്മാർത്ഥമായി സ്വമനസ്സാലെ അള്ളാഹുവിനനുസരിച്ച് ജീവിച്ചവർക്ക് പ്രതിഫലം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് സത്യവിശ്വാസികൾക്ക് മാത്രം പ്രതിഫലവും മറ്റുള്ളവർക്ക് പ്രതിഫലമില്ലാതെ. കാരണം അവർ കേവലം ചില അഭിനയങ്ങളാണ്. അതുപോലെ തന്നെ ചില നിർബന്ധിതമായ സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് അവർ ചെയ്തു പോവുകയാണ്. നല്ല ഉദ്ദേശങ്ങളൊന്നും അതിലവർക്കില്ല. അതുകൊണ്ടൊക്കെ തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമാകുന്നു. ആത്മാർത്ഥമായി കൊണ്ട് റബ്ബിന് കീഴൊതുങ്ങി വിനീതരായി ജീവിക്കുന്ന വിശ്വാസികൾക്ക് പരലോകത്ത് വമ്പിച്ച പ്രതിഫലവും ലഭിക്കുന്നു. അപ്പൊ ഈ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓർമ്മപ്പെടുത്തി തരികയാണ്. ഈ നിലക്ക് നിഴലിന്റെ കാര്യം, നിഴൽ ഒരു അനുഗ്രഹമാണ്. നമുക്കൊരു നിഴൽ അനുഗ്രഹമാണ് നമുക്ക് തോന്നലെപ്പോഴാ? നല്ല കടുത്ത വെയിൽ മാത്രാണ്. ഒരു തണല് കണ്ടെങ്കിൽ മോഹിച്ച് നടക്കുമ്പോഴാണ് ഈ ഒരു അനുഗ്രഹത്തിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാവുക. എന്താണ് ഈ തണലും നിഴലൊക്കെ കൊണ്ടുള്ള ഗുണം? അത് മനസ്സിലാകണമെങ്കിൽ അത് ഇല്ലാതായി നോക്കണം. കഠിനമായ വിയർത്തൊലിക്കുകയാണ് സൂര്യന്റെ ചൂടിൽ നമ്മളിങ്ങനെ ഉരുകുന്ന അവസ്ഥയിൽ എവിടേക്കെങ്കിലും ഒന്ന് കയറിപ്പറ്റാൻ കഴിഞ്ഞെങ്കിൽ എന്ന് മോഹിക്കും നമ്മൾ തണലിന് വേണ്ടി, അല്ലേ? അങ്ങനെ നമ്മൾ പാഞ്ഞു കയറും. ഒരല്പം നല്ല തണലുണ്ടെങ്കിൽ അവിടെ പോയിട്ട് റെസ്റ്റ് എടുക്കും. ഈ ഭൂമിയിൽ അങ്ങനെയാണ്. എന്നാൽ ഈ ഭൂമിയിൽ കയറിപ്പറ്റാൻ ഒന്നുകിൽ നമുക്ക് വീട് കിട്ടും, വാഹനം കിട്ടും, വൃക്ഷത്തണലുകൾ കിട്ടും, മറ്റേതെങ്കിലും വസ്തുക്കളുടെ ഓരത്ത് തണലത്ത് മാറി നിൽക്കാൻ പറ്റും. പക്ഷേ സാന്ദർഭികമായി നമ്മളൊരു കാര്യം അറിയണം സുഹൃത്തുക്കളെ. പരലോക കോടതിയിൽ സൂര്യൻ തലക്ക് മുകളിൽ കത്തിജ്വലിച്ച് മനുഷ്യർ വിയർത്ത് നിൽക്കുമ്പോ അവിടെ കയറി നിൽക്കാൻ യാതൊന്നുമില്ല, തണൽ കിട്ടാൻ ഒന്നുമില്ല. അത്തരത്തിൽ റഹ്മാനായ റബ്ബ് നൽകുന്ന പ്രത്യേക അനുഗ്രഹമായ അവന്റെ തണലല്ലാതെ ഒരു തണലുമില്ലാത്ത ദിവസമാണ് മഹ്ശറിന്റെ ദിവസം, പരലോക നാളെന്ന് അല്ലാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ അവിടെ തണൽ ലഭിക്കുന്ന ചില മഹാന്മാരുണ്ടെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. ഇപ്പോൾ സാധാരണയായി നമ്മൾ പരലോക വിശ്വാസത്തിന്റെ തുടർച്ചയായ ക്ലാസ്സുകൾ നമ്മൾ യൂട്യൂബിലൂടെയും FB-യിലൂടെയും ഒക്കെ നമ്മൾ ധാരാളമായി നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഇപ്പോൾ സാന്ദർഭികമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായിരുന്നാലും സഹോദരങ്ങളെ, തണൽ, അതിൻ്റെ നിഅമത്ത്, തണൽ എന്ന ളില്ല്, ആ നിഅമത്ത് എത്രത്തോളം വലിയ അനുഗ്രഹമാണ് എന്ന് നമുക്ക് അതില്ലാതെയാകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അനുഭവ ബോധ്യമാവുക. അപ്പൊ അള്ളാഹു ചെയ്തു തന്ന ഒരു അനുഗ്രഹമാണിത് എന്നാണ്. അലം തറ ഇലാ റബ്ബിക കൈഫ മദ്ദല്ലില്ല. എന്നിട്ടോ അള്ള പറയാണ്, വലൗ ശാഅ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ലജഅലഹു സാകിനാ, ലജഅലഹു സാകിനാ, അത് അങ്ങനെ തന്നെ അവിടെ ഉണ്ട്, നിശ്ചലമാക്കുമായിരുന്നു. പക്ഷെ അള്ള നിശ്ചലാക്കുന്നില്ല. അത് കഴിഞ്ഞാൽ നമുക്ക് ആ തണല് കഴിഞ്ഞാൽ മറ്റൊരവസ്ഥ നമുക്ക് വരികയാണ്. ഇപ്പൊ പ്രഭാതത്തിൽ നമുക്ക് പ്രഭാതോദയം കഴിഞ്ഞ് സുബഹിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ വെളിച്ചമോടി ഇങ്ങനെ ആ വെളുപ്പാൻ കാലം ഇങ്ങനെ നീങ്ങി സൂര്യൻ ഉദിക്കുന്നതിന്റെ ഇടയ്ക്കുള്ള ആ സമയം അത് അങ്ങനെ തന്നെ നിലനിൽക്കുകയാണെങ്കിലോ പ്രയാസമായിരിക്കും. അള്ളാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ നിശ്ചലമാക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ നിശ്ചലമാകുന്നില്ല, അത് പോകുന്നുണ്ട്. എന്നിട്ട് പിന്നെ സൂര്യപ്രകാശം വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത്, അതുകൊണ്ടാണ് നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കുന്നത്. ഇല്ലെങ്കിൽ ജീവിക്കാൻ സാധിക്കൂലാന്ന്. ഇവിടെ ജീവിക്കാൻ സാധിക്കുമോ? നമുക്ക് ഒരിക്കലും കഴിയൂല. എന്നും ഇവിടെ ഒരു തണലായിട്ട് മാറുകയാണെങ്കിൽ നമുക്കിവിടെ ഒരിക്കലും ജീവിക്കാൻ സാധ്യമല്ല. ആ തണലങ്ങോട്ട് പോയി പിന്നീട് നമുക്ക് പ്രകാശം കിട്ടുന്നു, അല്ലെങ്കിൽ പ്രകാശം കിട്ടിയതിന്റെ ശേഷം വെയിലത്തും നമുക്ക് തണൽ കിട്ടുന്നു. അതിനൊക്കെയുള്ള മാനദണ്ഡം എന്താണ്? സൂര്യപ്രകാശമാണ്. അതാണ് അല്ലാഹു പറയുന്നത്, സുമ്മ ജഅൽന ശംസ അലൈഹി ദലീലാ,
സുമ്മ ജഅൽന ശംസ അലൈഹി ദലീല. സുമ്മ പിന്നീട് ജഅൽന ശംസ സൂര്യനെ നാം ആക്കി അലൈഹി അതിന്റെ മേൽ ദലീലൻ അടയാളമാക്കി, ലക്ഷ്യമാക്കി. എന്ന് പറഞ്ഞാൽ സൂര്യനാണ് നമുക്ക് തണലിൻ്റെതായ കാര്യങ്ങൾക്കുള്ള അടയാളം. സൂര്യപ്രകാശത്തെ നോക്കിയിട്ടാണല്ലോ, സൂര്യപ്രകാശത്തെ നോക്കിയിട്ടാണ് പിന്നെ നമ്മുടെ തണൽ നമ്മൾ തീരുമാനിക്കുന്നത്. എവിടെയാണോ സൂര്യപ്രകാശം തട്ടുന്നത് അതിൻ്റെ അപ്പുറത്ത് നമുക്ക് തണൽ കിട്ടും. അപ്പൊ സൂര്യനില്ലെങ്കിൽ നിഴലുമില്ല. നിഴലിന്റെ ഗുണം നമുക്ക് അനുഭവബോധ്യമാകുന്നത് ചൂട് കഠിനമാകുന്ന നേരത്താണ്. അതേ അവസരത്തിൽ എന്നും ഇവിടെ തണലായിരുന്നാ പറ്റുമോ? സൂര്യൻ ഇവിടെ വരണ്ടേ? വരണം. ഇതൊക്കെ അള്ളാഹുവിന്റെ വലിയ നിഅമത്തായിട്ടാണ് എടുത്തു പറയുന്നത്. നമുക്കൊരു വിലയും തോന്നുന്നില്ല. കാരണം എന്താ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതൊന്നും ചിന്തിക്കുന്ന കൂട്ടത്തിലല്ല. നേരം പുലരുന്നു, കുറച്ച് കഴിയുമ്പോൾ സൂര്യൻ അങ്ങനെ ഉദിക്കുന്നു, നട്ടുച്ചയാകുന്നു, വൈകുന്നേരമാകുന്നു, പോയി അസ്തമിക്കുന്നു. നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. വാസ്തവത്തിൽ ഈ നിഅമത്തുകളൊക്കെ അറിയലപ്പെടാ. സൂര്യൻ ഒന്ന് ഉദിക്കാതിരുന്ന് നോക്കണ്ട. ഇവിടെ എന്നൊന്നും രാത്രിയാണെങ്കിലോ ഇവിടെ മനുഷ്യന് ജീവിക്കാൻ കഴിയൂല. സൂര്യപ്രകാശമില്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ കഴിയോ? ജന്തുക്കൾക്ക് ജീവിക്കാൻ കഴിയോ? സസ്യങ്ങൾക്ക് മുളക്കാൻ കഴിയോ? ഇവിടെ കൃഷി ഉണ്ടാവോ? അതേപോലെ എന്നെന്നും ഇവിടെ സൂര്യൻ തന്നെയാണ്. തണലില്ല. ആളുകൾക്ക് ഉറങ്ങാൻ പറ്റുമോ? ഇരുട്ട് വരുന്നില്ല, തണല് വരുന്നില്ല. ഇവിടെ ജീവിതം നടക്കുവോ? നടക്കൂല. അപ്പൊ ഇതിലൂടെയൊക്കെ അള്ളാഹു നമ്മുടെ കൃത്യമായ നിലക്കൊരു കൃത്യമായ അവന്റെ ദൃഷ്ടാന്തം എന്ന നിലക്ക് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്താണ്? ഇതിനൊക്കെ നിമിത്തമാകുന്നത് സൂര്യന്റെ ഈ ചലനങ്ങളല്ലേ. സൂര്യൻ ഇങ്ങനെ വരുന്നു, പിന്നെ അത് പൊങ്ങുന്നു, പിന്നെ രാവിലെ ഒരു നീണ്ട നിഴല്, കുറച്ച് കഴിഞ്ഞാൽ മധ്യത്തിലെത്തുമ്പോൾ വസ്തുക്കൾക്കൊന്നും നിഴലില്ല, ചെറിയൊരു നിഴലായിട്ട് മാറും. അതിൻ്റെ കാലിൻ്റെ ചുവട്ടിലുള്ളൊരു നേരെ ചുവട്ടിലുള്ളൊരു നിഴലായി. പിന്നീട് അസ്തമിക്കാൻ പോകും തോറും അതങ്ങനെ പോയി പിന്നെ നിഴല് വീണ്ടും നീണ്ടു വരും. പിന്നെ അതങ്ങ് അസ്തമിച്ചു പോകും. ഇങ്ങനെയൊക്കെ ഇവിടെ പ്രതിഭാസങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ സൂര്യനെ അതിനൊക്കെയുള്ളൊരു അടയാളമാക്കി നാം നിശ്ചയിച്ചു തന്നിരിക്കുകയാണ്. എന്നും സൂര്യൻ തന്നെയാണ്, അസ്തമിക്കുന്നില്ല. അല്ലെങ്കിൽ എപ്പോഴും രാത്രിയാ, സൂര്യൻ ഉദിക്കുന്നേ ഇല്ല. എന്തായിരിക്കും ഈ ലോകത്തിന്റെ അവസ്ഥ എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ലെങ്കിലും അള്ളാഹു ഇതൊക്കെ ചിന്തിക്കാൻ വേണ്ടി നമ്മളോട് പറയുന്നുണ്ട്. എന്തിനാണെന്നറിയോ? ഞാനല്ലാതെ വേറെ ആരെങ്കിലും വിചാരിച്ചാൽ ഇതിനൊക്കെ പരിഹാരം കണ്ടെത്താൻ കഴിയുമോ എന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. ആ ചോദ്യങ്ങളൊക്കെ അള്ളാഹു ചോദിക്കുന്നത് എന്തിനാണെന്നറിയോ? ഏകനായ അള്ളാഹുവാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളതെന്നും ആ പ്രപഞ്ചത്തിന്റെ നിയന്താവും സ്രഷ്ടാവുമായ അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് മുഴുവൻ സൃഷ്ടികളെയും വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. മാനവ സമൂഹത്തെയും ഭൂതവർഗത്തെയും ഒക്കെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖസസിലെ 71, 72 ആയത്തുകളിൽ ഈ കാര്യം ചോദിക്കുന്നുണ്ട്. ഖുൽ അറഅയ്തും മിൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമത്തി മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിദിയാ അഫലാ തസ്മഊൻ. قل أرأيتم من جعل الله عليكم النهار سرمدا إلى يوم القيامة من إله غير الله يأتيكم بليل تسكنون فيه أفلا تبصرون. നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ആ ചോദ്യം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ ചിന്തിക്കുന്നില്ല, പക്ഷെ അള്ളാഹ് നമ്മളോട് ചിന്തിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. കുൽ, പറയൂ പ്രവാചകരെ, റഅയ്തും, നിങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് നമ്മളോടായി ചോദിക്കുന്നത്. നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ, അല്ലാഹു എങ്ങാനും നിങ്ങളുടെ മേൽ രാത്രിയെ തുടർച്ചയായി എന്നെന്നും ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരേക്ക് ഇവിടെ സൂര്യൻ ഉദിക്കാതെ എന്നെന്നും ഇവിടെ രാത്രിയാക്കി നിലനിർത്തിയിരുന്നുവെങ്കിൽ മൻ ഇലാഹുൻ ഗൈറുല്ലാഹ്, അല്ലാഹയല്ലാതെ ഏതൊരു ഇലാഹാണടോ ഉള്ളത്, യഅതീകും ബിദിയാ, പ്രകാശത്തെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്ന വല്ല ഇലാഹുമുണ്ടോ?
അല്ലെങ്ങാനും ഇവിടെ എന്നോടെ ഇരുട്ടാക്കിയിരുന്നുവെങ്കിൽ സൂര്യൻ ആരാ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരികയാണ്? ഏത് ആരാധ്യനാണുള്ളത്? അല്ലാതെ ആരാളുള്ളത് കൊണ്ടുവന്ന് തരാൻ? അഫലാ തസ്മഊൻ, നിങ്ങൾ കേൾക്കുന്നില്ലേ? അതുപോലെ തന്നെ വീണ്ടും ചോദ്യമാണ്. ഖുൽ, ചോദിക്കൂ പ്രവാചകരെ, അറഅയ്തും, എന്താ നിങ്ങളുടെ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇൻ ജഅലല്ലാഹു അലൈക്കുമുൻ നഹാറ സർമദൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഇവിടെ സൂര്യനെ തന്നെ ഇവിടെ നിലനിർത്തുകയാണ്. സൂര്യൻ അസ്തമിക്കുന്നില്ല, എപ്പോഴും പകല് തന്നെയാണ്. അങ്ങനെയാണ് സംഭവമെങ്കിൽ മന്നിലാഹുൻ ഗൈറുല്ലാഹ് യഅതീകും ബിലൈലിൻ തസ്കുനൂന ഫീ, നിങ്ങൾക്ക് ശാന്തിയോടെ സമാധാനത്തോടെ താമസിക്കാനും വിശ്രമിക്കാനും ഉറങ്ങാനും മടങ്ങാനുമൊക്കെ സൗകര്യപ്പെടുമാറ് രാത്രിയെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്ന വല്ല ഇലാഹുമുണ്ടോ? അല്ലാതെ ആർക്കാ അത് ചെയ്യാൻ പറ്റുക? അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ലേന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാണ്. റബ്ബല്ലാത്ത പലരെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ ചിന്തിക്കാനായി പറയുന്നത്, ഈ പ്രപഞ്ചത്തിന്റെ ഈ വക രൂപത്തിലുള്ള എല്ലാ കഴിവുകളും ഒത്തിണങ്ങിയ മഹാശക്തിയായ ആ അല്ലാഹു റബ്ബുൽ ആലമീൻ, അവന് പുറമെ ആരോടൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്യുന്നുവോ അവരൊക്കെ ചിന്തിക്കാനാ പറയുന്നത്. എന്ത്? ഇവിടെ ഈ സംവിധാനം ഏർപ്പെടുത്തിയത് അല്ലാഹുവല്ലാതെ മറ്റാരാണ്? മറ്റുള്ളവർക്കൊക്കെ അള്ള കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന ആളുകളും ചിന്തിക്കട്ടെ, ആർക്കാ ഇങ്ങനെ ഒരു കഴിവ് കൊടുത്തത്? ആർക്കാണ് ഇവിടെ പകലിനെ കൊണ്ടുവരാൻ സാധിക്കുക? ആർക്കാണ് ഇവിടെ രാത്രിയെ കൊണ്ടുവരാൻ സാധിക്കുക? കഴിയൂല. അത് അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് ഇത് റബ്ബ് പഠിപ്പിക്കുന്നത് എന്തിനാണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് മാത്രമേ ഇതിനൊക്കെ കഴിയൂ. അതുകൊണ്ട് മനുഷ്യ, ഏകനായ നിന്റെ റബ്ബ് മാത്രമാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ആ ശക്തിയെ മാത്രം ആരാധിക്ക്. അത് പഠിപ്പിക്കാനാണ് ഇസ്ലാം ഇതൊക്കെ പറയുന്നത്. സുമ്മ ഖബദ്നാഹു ഇലൈനാ ഖബ്ദൻ യസീറാ, പിന്നീട് നാം അതിനെ നമ്മുടെ അടുത്തേക്ക് പിടിക്കുന്നു. ഖബ്ദൻ യസീറാ, കുറേശ്ശെയായിട്ട് പിടിച്ചു കൊണ്ടുപോകുന്നു. കണ്ടോ, ഈ നിഴലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാണ്? കുറേശ്ശെയായിട്ടാണ് അവൻ്റെ അടുക്കലേക്ക് പിടിച്ചു കൊണ്ടുപോകുന്നത്. സുമ്മ ഖബദ്നാഹു ഇലൈനാ ഖബ്ദൻ യസീറാ, പിന്നീട് നമ്മുടെ അടുക്കലേക്ക് നാം അതിനെ, അഥവാ ഈ സമ്പ്രദായങ്ങളുണ്ടല്ലോ, അഥവാ ഇവിടെ കാണുന്ന ഈ രൂപത്തിലുള്ള പ്രതിഭാസങ്ങൾ, അത് റബ്ബ് കുറേശ്ശെയായിട്ടാണ് പിടിച്ചെടുത്ത് കൊണ്ടുപോകുന്നത്. എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്കല്ല അവിടുന്ന് തണല് നീങ്ങുന്നത്. ഒറ്റയടിക്ക് തണല് നീങ്ങുകയാണോ? അല്ല. രാത്രിയാണ് കഴിഞ്ഞ ഇടക്ക് തണലൊന്നുമില്ലാതെ പെട്ടെന്ന് അങ്ങോട്ട് സൂര്യനെ കൊണ്ടുവരികയാണോ? അല്ല, പെട്ടെന്ന് സൂര്യനെ കൊണ്ടുവരികയല്ല. അതിൻ്റെ ഇടക്ക് തണല് വന്ന് കുറേശ്ശെ ഇങ്ങനെ ആയിട്ടാണ് സൂര്യൻ ഉദിച്ചു വരുന്നത്. അതേപോലെ പെട്ടെന്നാണ് നട്ടുച്ചയാവുകയാണോ? അല്ല, ഒരു ഇളയുച്ചയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നീട് മാറ്റം വരുന്നത്. അതിൻ്റെ ശേഷം പെട്ടെന്നാണ്ട് അസ്തമിക്കല്ല, കുറേശ്ശെയായിട്ടാണ്. അങ്ങനെ റഹ്മാനായ റബ്ബ് കുറേശ്ശെയായിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? സൂര്യനെ, അല്ലെങ്കിൽ ആ സൂര്യന്റെ പ്രവർത്തനങ്ങളെ, അല്ലെങ്കിൽ നിഴലിനെ, രണ്ടും ഒന്നൊന്നിനോട് കണക്റ്റഡ് ആണല്ലോ. സൂര്യനുള്ളത് കൊണ്ടാണ് നമ്മൾ നിഴല് മനസ്സിലാക്കുന്നത്. നിഴല് പോകുന്നത് എപ്പോഴാ? സൂര്യൻ വരുമ്പോഴുമാണ്. അപ്പൊ ഇതൊക്കെ പെട്ടെന്നല്ല ഒന്നും സംഭവിക്കുന്നത്. കുറേശ്ശെയായിട്ടാണ് ഇവിടെ നിന്ന് പകൽ അപ്രത്യക്ഷമാകുന്നത്, അതുപോലെ പകൽ വരുന്നത്, രാത്രി അപ്രത്യക്ഷമാകുന്നത് ഒക്കെ അങ്ങനെ തന്നെയാണ്. അതൊക്കെ റബ്ബിന്റെ പ്രത്യേകമായ തീരുമാനങ്ങളാണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ, രാത്രികൾ തന്നെ ഇപ്പൊ ചില സമയത്ത് രാത്രി 12 മണിക്കൂർ കിട്ടും. ഇപ്പൊ ഏതാണ്ട് അങ്ങനെയാണ്. ഇപ്പൊ രാത്രി ഏതാണ്ട് കുറേ സമയം കിട്ടുന്നുണ്ട്. പകലും 12, രാത്രിയും 12, ഏകദേശം സമാസമമായിട്ട് അപ്പൊ പോകുന്നത്. എന്നാ പെട്ടെന്ന് നാളെയോ അല്ലെങ്കിൽ അടുത്ത ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 15 ദിവസം കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് രാത്രി 10 മണിക്കൂറാകുന്നുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു 9 മണിക്കൂറാകുന്നുണ്ടോ? ഇല്ല. അതിങ്ങനെ കുറേശ്ശെയായിട്ടാണ് ഇതിന്റെ മാറ്റങ്ങൾ. ഇന്ന് 12 മണിക്കൂർ കിട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒരു 11.75 മണിക്കൂർ കിട്ടും.
പിന്നെ ഒരു 11:30 കിട്ടും, 11 കിട്ടും. ഇങ്ങനെ കുറേശ്ശെയായിട്ടാണ് രാത്രിയുടെ ദൈർഘ്യം കൂടുന്നതും പകലിന്റെ ദൈർഘ്യം കൂടുന്നതും. ഇങ്ങനെ രാപ്പകലുകളിൽ ഈ വ്യത്യാസങ്ങളൊക്കെ വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവയുടെയൊക്കെ കാര്യങ്ങളെ പെട്ടെന്നല്ല ചെയ്യുന്നത്. റബ്ബ് എന്ത് ചെയ്യാണ്? സുമ്മ ഖബദ്നാഹു ഇലൈനാ ഖബ്ളൻ യസീറാ, കുറേശ്ശെയായിട്ട് നമ്മുടെ അടുക്കലേക്ക് നാം അതിനെ ചുരുക്കി കൊണ്ടുവരുന്നു, പിടിച്ചെടുത്ത് ചുരുക്കി കൊണ്ടുവരികയും ചെയ്യുന്നു. ഈ രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംവിധാനങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ സഹോദരങ്ങളെ, തണൽ എന്ന അനുഗ്രഹമാണ് ഇപ്പോൾ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇനി അതേപോലെ തന്നെ മറ്റൊരു അനുഗ്രഹം പ്രത്യേകം എടുത്തു പറയാണ് അടുത്ത വചനത്തിലൂടെ. വഹുവല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിബാസ വന്നൗമ സുബാത വജഅല അൻ-നഹാറ നുശൂറ. സഹോദരങ്ങളെ, തണൽ എന്ന അനുഗ്രഹം പറഞ്ഞതിന്റെ ശേഷം ഇനി അല്ലാഹു നമുക്ക് ചെയ്തു തന്നിട്ടുള്ള മറ്റ് ചില അനുഗ്രഹങ്ങളാണ് എടുത്തു പറയാൻ പോകുന്നത്. വഹുവല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിബാസ വന്നൗമ സുബാത വജഅല അൻ-നഹാറ നുശൂറ. വഹുവ, അല്ലാഹു, അവൻ ആരാണവൻ? അല്ലദീ, എങ്ങനെയുള്ളവനാണ്? ജഅല ലക്കുമുൽ ലൈല, ജഅല അവൻ ആക്കിയിരിക്കുന്നു, നിശ്ചയിച്ചു തന്നിരിക്കുന്നു, ലക്കും നിങ്ങൾക്ക്, അല്ലൈല രാത്രിയെ, ലിബാസൻ, ലിബാസൻ വസ്ത്രമാക്കി തന്നിരിക്കുന്നു, രാത്രിയെ വസ്ത്രമാക്കി തന്നു അല്ലാഹു. വന്നൗമ, ഉറക്കിനെ അവനാക്കിയിരിക്കുന്നു. നൗമ് നമുക്കെല്ലാവർക്കും അറിയാം, നാമ ഉറങ്ങി, നൗമ് ഉറക്ക്. വന്നൗമ, ഉറക്കിനെ അവനാക്കിയിരിക്കുന്നു. സുബാത, സുബാത വിശ്രമം, സുബാത്ത് വിശ്രമം അല്ലെങ്കിൽ ആശ്വാസം എന്നൊക്കെ പറയാം. മൂന്നാമത്തെ കാര്യം പറയുന്നതോ വജഅല അൻ-നഹാറ നുശൂറാ, വജഅല അൻ-നഹാറ, വജഅല അവൻ നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നു, ആക്കുകയും ചെയ്തിരിക്കുന്നു, അൻ-നഹാറ പകലിനെ, നുശൂറാ ഒരു ഉയർത്തെഴുന്നേൽപ്പിനുള്ള സമയമാക്കിയിരിക്കുന്നു, ഉയർത്തെഴുന്നേൽപ്പാക്കിയിരിക്കുകയാണ് പകലിനെ. 3 അനുഗ്രഹങ്ങളാണ് ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, വസ്ത്രം. വഹുവ, അല്ലാഹു ആരാണ്? അല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിബാസ. സഹോദരങ്ങളെ, ഇപ്പൊ കാറ്റിനെ സംബന്ധിച്ച് പറഞ്ഞു, സൂര്യനെ സംബന്ധിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ ഈ വക ഓരോ അത്ഭുതകരങ്ങളായ ഈ നിഅമത്തുകളൊക്കെ, ഇതൊക്കെ നമുക്ക് നിത്യജീവിതത്തിൽ നമ്മളിങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്കൊരു പുതുമ തോന്നൂല. നമ്മളെപ്പോഴും മനസ്സിലാക്കണം. അപ്പൊ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ വിചാരിക്കും, എന്തപ്പോ ഇതിലൊക്കെ എത്ര പ്രത്യേകത ഉള്ളത്. അതിപ്പോ തണല് വരുന്നു പോകുന്നു, അതുപോലെ തന്നെ സൂര്യൻ ഇവിടെ ഉദിക്കുന്നു അസ്തമിക്കുന്നു, എന്തപ്പോ ഇതിലൊക്കെ എത്ര ചിന്തിക്കാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഉറക്കം വന്നാൽ ഉറങ്ങുന്നു, അതുപോലെ തന്നെ വസ്ത്രം ഉടുക്കുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു, പകൽ സമയത്ത് ജോലിക്ക് പോകുന്നു, എന്തപ്പോ ഇതിലൊക്കെ ഒരു പുതുമ എന്നാകും വാസ്തവത്തിൽ ചിന്തിക്കുന്നത്. ഇവയൊക്കെ ഏതൊരു വസ്തുവും അവയുടെ ഇല്ലായ്മയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അപ്പോഴാ അതിൻ്റെ വില മനസ്സിലാവുക. എന്താണ്? നമ്മളിപ്പോൾ സാധാരണയായിട്ട് നമ്മളിങ്ങനെ ശ്വസിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? നമ്മൾ ശ്വാസം വലിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, ഒരു വിലയും നമുക്കറിയുന്നില്ല. ജനിച്ചു വീണതിൽ മുതൽ നമ്മളിങ്ങനെ ഓക്സിജൻ വലിക്കാൻ തുടങ്ങിയതാ. ഇങ്ങനെ ശ്വാസം നല്ല ശുദ്ധവായു നമ്മളിങ്ങനെ മുകളിലേക്ക് വലിക്കുന്നു, അതുപോലെ തന്നെ താഴേക്ക് വിടുന്നു, ഇങ്ങനെ ശ്വാസോച്ഛ്വാസം നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ ശ്വാസം ഒന്ന് തടസ്സപ്പെട്ട് നോക്കണ്ടേ? ആ ശ്വാസത്തിനൊരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് അതിൻ്റെ വിലയും അതിൻ്റെ മഹാത്മ്യമൊക്കെ മനസ്സിലാണ്. ഇതുവരെ ഒരു വിലയും മനസ്സിലാക്കാത്ത ഒരാൾക്കൊരു ശ്വാസം മുട്ട് കഠിനമായി നോക്കണം. ഓക്സിജൻ സിലിണ്ടർ ഘടിപ്പിക്കണം, പിന്നെ അവനെ ഓക്സിജൻ പാർലറിൽ പോകണം. അവൻ ഓക്സിജൻ പാർലർ 1/2 മണിക്കൂർ 2 മണിക്കൂർ അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ട സമയത്തവൻ ഓക്സിജൻ വലിച്ച് പുറത്തേക്ക് പോരുമ്പോൾ ഒരു ബില്ല് വരും, ശ്വസിച്ചതിനുള്ള ബില്ല്. അപ്പൊ മനസ്സിലായി, ജനിച്ച നാൾ തൊട്ട് ശ്വസിക്കാൻ തുടങ്ങിയതാ, ഇന്ന് വരെ എവിടെയും ബില്ലടച്ചിട്ടില്ല. ഈ വലിക്കുന്ന ശ്വാസത്തിന്റെ വില, ആ നിഅമത്ത് അള്ളാഹു തന്നതിന് എത്ര കാലം അവന്റെ മുമ്പിൽ നമ്മൾ സുജൂദ് കടന്നാലും മതിയാവോ? ചിന്തിക്ക് മനുഷ്യ, സഹോദര, ഞാനും നിങ്ങളൊക്കെ ആലോചിക്കുക.
ഒരു വിലയുമില്ലാതെ, നമ്മളൊരു വിലയും കൽപ്പിക്കാതെ ഇങ്ങനെ മേലോട്ടും താഴോട്ടും ഇങ്ങനെ ശ്വാസോച്ഛ്വാസം നടക്കുന്നില്ലേ? ഇതൊന്ന് നിന്നുപോയാലോ? ഒന്ന് മൂക്കൊന്ന് പൊത്തിപ്പിടിക്ക്, മൂക്കും വായയും പൊത്തിപ്പിടിക്ക്. വെള്ളത്തിലൊരൽപ്പം നമ്മൾ മൂക്കൊന്ന് മുങ്ങിപ്പോയാൽ, വാക്കും വായയും മുങ്ങിപ്പോയാൽ ശ്വാസം മുട്ടി പെടയുന്ന രംഗം, ശ്വാസത്തിന് വേണ്ടി മനുഷ്യൻ പ്രയാസപ്പെടുന്ന രംഗം എത്രയാണ് നമ്മൾ വായിച്ചു കേട്ടത്, എത്രയാണ് നമ്മൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വെന്റിലേറ്ററുകളിൽ, ഈ കോവിഡ് കാലത്ത് വെന്റിലേറ്ററുകളിൽ ആളുകൾ ശ്വസിക്കാൻ വേണ്ടി പാടുപെടുകയാണ്. വെന്റിലേറ്ററുകളിൽ ശ്വസിക്കാൻ പാടുപെടുന്ന എത്രയോ ആളുകൾ. സുബ്ഹാനല്ലാഹ്. ജീവിതത്തിൽ ഇത്ര കാലമായിട്ട് എന്താണ് ശ്വസിക്കുന്നതിന്റെ നിഅമത്തിന്റെ വലുപ്പമെന്ന് മനസ്സിലാക്കിയിട്ടില്ലാത്തവരാണ് നമ്മൾ. ഗൗരവമാണ്. അങ്ങനെ ഓരോ നിഅമത്തും അതാണ്ട് പോകുമ്പോഴാ അറിയാ, അതങ്ങോട്ട് പോകുമ്പോഴാ അറിയാ. ഇതേപോലെയാണ് ഓരോ കാര്യങ്ങളും സഹോദരങ്ങളെ. അത് സൂര്യനാണെങ്കിലും വെളിച്ചാണെങ്കിലും വെയിലാണെങ്കിലും തണലാണെങ്കിലും രാവാണെങ്കിലും എന്താണെങ്കിലും അതൊക്കെ നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ വിലയറിയും. കണ്ണുകൊണ്ട് ധാരാളം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു വിലയുമില്ല. ആ കണ്ണുകൊണ്ട് ധാരാളം റബ്ബിനെ നമ്മൾ മറന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ്, ഹറാമുകൾ കാണുകയാണ്. ആ കണ്ണിന് ചെറിയൊരു കരട് വീണാൽ അപ്പം നമ്മുടെ കാഴ്ചക്ക് പ്രയാസമായി നമ്മൾ തടമ്പിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണിന് ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, കാഴ്ചക്ക് തടസ്സം വന്നു കഴിഞ്ഞാൽ എത്ര ലക്ഷങ്ങളാണ് ഒരു കണ്ണ് മെയിൻ്റനൻസ് നടത്താൻ, അതിൻ്റെ അപാകതകൾ താൽക്കാലികമായിട്ട് പരിഹരിക്കാൻ. ശാശ്വത പരിഹാരം സാധ്യമാകുന്നില്ല. എത്ര ലക്ഷങ്ങളാണ് ചെലവഴിക്കേണ്ടി വരുന്നത്. മനുഷ്യരെ, സഹോദരങ്ങളെ, നമ്മുടെ ഓരോ അവയവങ്ങളിലൂടെയും നമ്മൾക്ക് എത്രയാണ് റബ്ബ് നിഅമത്ത് തന്നത്. അവിടെയാണ് നമ്മൾ റബ്ബിനോട് കാണിക്കുന്ന നന്ദികേടിന്റെ വലുപ്പം നമ്മൾ തിരിച്ചറിഞ്ഞ് ജീവിതത്തിന്റെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് തൗബ മനസ്ഥിതിയോടുകൂടെ ഏറ്റവും നല്ലവരായി ജീവിക്കുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് മുന്നോട്ട് പോകേണ്ടത്. അതാണ് തുടർന്നുകൊണ്ട് ഈ അനുഗ്രഹങ്ങളൊക്കെ ചിന്തിക്കണമെന്ന് ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹു പറയാണ്, വഹുവല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിബാസ. അള്ളാഹു നിങ്ങൾക്ക് രാവിനെ ഒരു വസ്ത്രമാക്കി തന്നിരിക്കുകയാണ്. എന്തിനാ സുഹൃത്തെ, സഹോദര നമ്മൾ വസ്ത്രം ധരിക്കുന്നത്? വസ്ത്രം മനുഷ്യൻ ധരിക്കുന്നത് മനുഷ്യന്റെ നഗ്നത മറക്കാനാണ്, അല്ലേ? അവന്റെ നഗ്നതകൾ മറക്കേണ്ട ഭാഗം മറക്കാനും ദേഹത്തിന്റെ രക്ഷക്കും വേണ്ടിയിട്ടാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? വസ്ത്രം ധരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് രാത്രിയും. രാത്രി നമുക്കൊരു മറയാണ്, അതൊരു മറവാണ്, ഒരു രക്ഷയാണ്. വസ്ത്രം എന്ന് പറയുന്നത് ഉടുത്ത വ്യക്തിക്ക് മാത്രമാണ്. പക്ഷേ ലോകത്ത് ഇരുട്ട് വരുന്നതോ എല്ലാ വസ്തുക്കൾക്കും അത് ഉപകാരമാണ്, എല്ലാവർക്കും അത് ഉപകാരമാണ്. ആ നിലക്ക് രാത്രി എന്ന് പറയുന്ന സംവിധാനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏർപ്പെടുത്തി തന്നു. അതൊരു വലിയ നിഅമത്താണ്. നേരത്തെ പറഞ്ഞില്ലേ, നേരത്തെ ചോദിച്ചില്ലേ, രാവ് ഇവിടെ വരുന്നില്ലെങ്കിൽ ആരാ നിങ്ങൾക്ക് കൊണ്ടുവന്നു തരാന്ന്? ആർക്കെങ്കിലും പറയാൻ സാധിക്കോ? ലോകത്ത് ഒരുപാട് കഴിവുകളുണ്ട് എന്ന് പറയുന്ന കുട്ടി ദൈവങ്ങളും അതുപോലെ തന്നെ വലിയ ആൾ ദൈവങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ആർക്കെങ്കിലും പറയാൻ സാധിക്കോ? ഏതെങ്കിലും ഒരു ദിവസം, ഇന്നിപ്പോ സൂര്യൻ ഉദിക്കുന്നത് ഏത് സമയത്താണ്? 5:56 സൂര്യൻ ഉദിക്കുന്നതെങ്കിൽ ഇന്ന് ഞാൻ എന്തു ചെയ്യും? ഞാൻ സൂര്യനെ അവിടെ നിർത്തിയിട്ട് ഞാൻ ഒരു 6:30 ഉദിപ്പിക്കുള്ളൂ എന്നാർക്കെങ്കിലും പറയാൻ സാധിക്കോ? അല്ലെങ്കിൽ അസ്തമിക്കുന്നതും തെറ്റിക്കാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന് പറയാൻ കഴിയോ? പറയാൻ കഴിയൂല. അപ്പൊ ഇത് ചിന്തിച്ചുകൂടെ? ലോകത്തുള്ള എല്ലാ ആളുകൾക്കും ഇതിൽ അഭിപ്രായ വ്യത്യാസത്തിന്റെയോ തർക്കത്തിന്റെയോ വല്ല വിഷയമുണ്ടോ? ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണോ പ്രവർത്തിക്കുന്നത് അവനെ മാത്രം ആരാധിക്കണം, മറ്റുള്ളവരെ ഒന്നും ആരാധിക്കരുത്. കാരണം അവരൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്, സ്രഷ്ടാവ് അവൻ മാത്രമാണ്. ഇത് ചിന്തിക്കാനാണ് ഇതൊക്കെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. നോക്കൂ, അടുത്ത ഉദാഹരണം. വന്നൗമ സുബാതാ, ഉറക്കിനെ അവൻ വിശ്രമവുമാക്കി തന്നു. ഉറക്കിനെ അവൻ വിശ്രമവുമാക്കി തന്നു. മനുഷ്യർക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഉറങ്ങാൻ കഴിയുക എന്നുള്ളത്. അതൊരു വിശ്രമമാണ്. എല്ലാം അടങ്ങി നിശ്ചലമായി ഭൗതിക ലോകവുമായുള്ള സർവബന്ധങ്ങളും വിട്ടുകൊണ്ട് നമ്മളൊരു പ്രത്യേകമായ അനുഭൂതിയിലേക്ക് നീങ്ങുന്ന ഒരു വലിയ നിഅമത്താണ് നമുക്ക് ഉറങ്ങാൻ സാധിക്കുക എന്നുള്ളത്. വമിൻ ആയാതിഹി മനാമുക്കും ബില്ലൈൽ,
അള്ളാഹുവിന്റെ വലിയ അത്ഭുതകരങ്ങളായ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങൾ രാത്രിയിൽ നിങ്ങൾ ഉറങ്ങുന്നു എന്നുള്ളത്. പല സ്ഥലത്തും ഖുർആൻ ഈ ഉറക്ക് ഒരു നിഅമത്തായിട്ട് നമുക്ക് പഠിപ്പിച്ചിരുന്നില്ലേ? സൂറത്തുൻ നബയിൽ നമുക്കൊക്കെ മനഃപ്പാഠമുള്ളതല്ലേ? വന്നൗമ സുബാത, ഇങ്ങനെ ഓരോന്നും അവിടെ ഈ കാര്യങ്ങളൊക്കെ വജഅൽന നഹാറ മആശ എന്നൊക്കെ അവിടെയും അല്ലാഹു തആല പറഞ്ഞില്ലേ? അപ്പൊ ഇവിടെ ഇതേ കാര്യം തന്നെ അവിടെയും അല്ലാഹു പറഞ്ഞില്ലേ? അപ്പൊ രാവിനെ അല്ലാഹു തആല ഒരു വസ്ത്രമാക്കി അവൻ നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നു, ഉറക്കിനെ വിശ്രമവുമാക്കി. ഒരു സെമി മരണമാണ് ഉറക്ക്. ഉറങ്ങുമ്പോ നമ്മുടെ ആത്മാവിനെ അല്ലാഹു ഒരു പ്രത്യേക വിധത്തിൽ പിടിച്ചു വെക്കുന്നുണ്ട് എന്നാണല്ലോ വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഈ ഇവിടെ നടക്കുന്ന ഒരു കാര്യം ഉറങ്ങിയാൽ പിന്നെ നമ്മൾ അറിയുന്നില്ല. ഈ ലോകമായിട്ടുള്ള കണക്ഷൻ വിട്ടു. പിന്നെ നമ്മുടെ കണക്ഷൻ പിന്നെ നമ്മൾ കാണുന്ന കേവലം ചില സ്വപ്നങ്ങളൊക്കെയാണ്. ആ സ്വപ്നങ്ങളിലൂടെ പിന്നെ ആത്മീയമായ ലോകവുമായിട്ടാണ് കണക്ട് ചെയ്യപ്പെടുന്നത്. ഇന്നും എന്താ സ്വപ്നം എന്നൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ? അത്ഭുതമല്ലേ ഉറക്ക് എന്ന് പറയുന്നത്? വലിയ നിഅമത്തല്ലേ അത്? നമ്മൾ സുഖമായിട്ട് ഉറങ്ങുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. ഉറക്കില്ലാതെയായാൽ ഒരാൾക്കുണ്ടാകുന്ന ഏതൊക്കെ ശാരീരികമായും മാനസികമായും അസുഖങ്ങൾ വരും. മനുഷ്യൻ മനോരോഗിയായി പോകുന്നത് ഉറക്കില്ലാതെയാകുമ്പോഴാണ്. ശാരീരികമായി തളരുന്നത് പല രോഗങ്ങളിലേക്കും അവനെ തള്ളിവിടുന്നത് ഉറക്കമില്ലായ്മയാണ്. മാനസികമായി തളരും, ഉന്മേഷമുണ്ടാവില്ല, ഒന്നിനും കഴിയില്ല. ഉറക്ക ഗുളികകൾ കൊടുത്ത് അതുപോലെ തന്നെ ഉറങ്ങുവാനുള്ള മരുന്നുകൾ ഇഞ്ചക്ട് ചെയ്യപ്പെട്ടാൽ പോലും സ്വാഭാവികമായ ഉറക്കിന്റെ ആശ്വാസമോ ആ നിലക്കുള്ള ഒരു സുഖമോ അതുകൊണ്ട് ലഭിക്കുന്നു പോലുമില്ല. അതൊക്കെ ചില താൽക്കാലിക പ്രതിഭാസങ്ങൾ മാത്രമാണ്. എന്നാൽ അള്ളാഹു ചെയ്തു തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ ഈ ഉറങ്ങാൻ കഴിയുക എന്നുള്ളത്? ഉറക്ക് എന്ന് പറയുന്ന ഒരു അനുഗ്രഹം ഇല്ലായിരുന്നുവെങ്കിൽ ഇവിടെ മനുഷ്യന് ജീവിക്കാനാവില്ല. എല്ലാം ഇവിടെ അള്ളാഹുവിന്റെ ഒരു പ്രത്യേകമായ തൗഫീഖാണത്. ആ ഉറക്ക് അവൻ നമുക്ക് തരികയാണ്. എത്രയോ ആളുകൾ സമ്പത്തുണ്ടായ ഉറങ്ങാൻ കഴിയോ? സമ്പത്തുണ്ട് എന്ന് വിചാരിച്ച ഒരാൾക്ക് ഉറങ്ങാൻ കഴിയോ? എത്രയോ കോടീശ്വരന്മാരാണ് നല്ല പട്ടുമെത്തകളിൽ നേരം പുലരുവോളം തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. ഉറങ്ങാൻ കഴിയുന്നില്ല. ഉറങ്ങണമെങ്കിൽ സ്ലീപ്പിംഗ് പിൽസ് കുടിക്കണം. അതേ അവസരത്തിൽ എത്രയെത്ര പാവപ്പെട്ടവരാണ് മരത്തണലുകളിൽ ഉറങ്ങിക്കിടക്കുന്നത്. ഞാൻ ആ പ്രയോഗം മനഃപൂർവ്വം പറഞ്ഞതാണ്. കിടന്നുറങ്ങല്ല, ഉറങ്ങിക്കിടക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത്രയും അവർ സുഖമായി ഉറങ്ങാണ്. കിടക്കുമ്പോഴേക്ക് ഉറങ്ങാണ്. എന്താണ് മാനദണ്ഡം? മനസ്സിന് വലിയ സമാധാനവും സന്തോഷവുമായിട്ട് പലരും ഉറങ്ങുമ്പോൾ പലർക്കും ഉറങ്ങാൻ കഴിയുന്നില്ല. ഉറക്ക് അള്ളാഹു ചെയ്തു തരുന്നൊരു നിഅമത്താണ്. ഒരാളും വിചാരിച്ചാൽ അത് കൊണ്ടുവരാൻ കഴിയില്ല. അത് അള്ളാഹു ചെയ്തു തരുന്നൊരു നിഅമത്താണ്. അതുകൊണ്ടാണ് ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം എന്ന് പറയുന്നത്. ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം. ആരാധനകൾ എടുത്തുകൊണ്ട് പോലും മനുഷ്യ നീ ഉറക്കമൊഴിച്ചുകൊണ്ട് നിന്റെ ദേഹത്തെ പീഡിപ്പിക്കരുതെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ആനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഇനി ഞാൻ രാത്രികളിൽ ഉറങ്ങില്ല, ഞാൻ നമസ്കാരത്തിലും ഇബാദത്തുകളിലും തന്നെ മുഴുകും എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരിമ ശിഷ്യനായ സ്വഹാബിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, അരുത്, നിനക്ക് നിന്റെ ബോഡിയോട് ചില കടമകളുണ്ട്, നിന്റെ കണ്ണുകളോട് കടമകളുണ്ട്. വളരെ കൃത്യമായി അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചു. അപ്പൊ ഒരു അനുഗ്രഹമാണത്, റബ്ബിന്റെ അനുഗ്രഹമാണ്. അവനോട് നന്ദി കാണിക്കണം, അവനോട് നന്ദി കാണിക്കണം. അതുകൊണ്ടല്ലേ ഉറങ്ങാൻ പോകുമ്പോ വരെ ദിക്റുകൾ പഠിപ്പിച്ചു തന്നത്. ഇപ്പോഴും മ്യൂസിക്കും പാട്ടും തോന്നിവാസങ്ങളുമൊക്കെ കേട്ടും കണ്ടും ആസ്വദിച്ചും അങ്ങനെ അങ്ങ് ഉറക്കത്തിലേക്ക് പോകുന്ന എത്രയോ നന്ദി കെട്ട മനുഷ്യന്മാരില്ലേ? റബ്ബ് തരുന്നതല്ലേ ഈ നിഅമത്ത് ഉറക്ക് എന്ന് പറയുന്നത്. എന്തൊരു റെസ്റ്റ്, എത്ര വിശ്രമം. നവോന്മേഷത്തോടുകൂടെയല്ലേ ഒരു പുതുപുലരിയിലേക്ക് നമ്മൾ എഴുന്നേൽക്കുന്നത് അല്ലേ? എത്ര വലിയ ആശ്വാസമാണ് ഒന്ന് ഉറങ്ങാൻ കഴിഞ്ഞാൽ, എത്ര വലിയ ഉന്മേഷമാണ്, എത്ര വലിയ സന്തോഷമാണ് മനസ്സിന് പകരുന്നത്. അപ്പോ അള്ളാഹു ചെയ്തു തന്നതാണ് അത്. വന്നൗമ സുബാത. അതുപോലെ തന്നെ വജഅലന്നഹാറ നുശൂറാ, വജഅലന്നഹാറ പകലിനെ അവൻ ആക്കി തന്നു, നുശൂറാ ഉയിർത്തെഴുന്നേൽപ്പാക്കി തന്നു. പകലിനെ അവൻ വീണ്ടും, മനുഷ്യൻ എപ്പോഴും വിശ്രമിച്ചാൽ പോരല്ലോ, എന്നും ഇങ്ങനെ ഉറങ്ങിയാൽ മതിയോ? എന്നും ഇവിടെ രാത്രിയായാലും പറ്റൂല, എന്നും ഉറങ്ങിയാലും പറ്റൂല. അപ്പൊ ഉറക്കത്തുനിന്ന് എഴുന്നേൽക്കണം. കാരണം ജീവിക്കേണ്ടത് ഈ ഭൂമിയിലാണ്.
ഈ ദുന്യാവിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ സമ്പത്ത് വേണം, കാശ് വേണം, റിസ്ക് വേണം. അതിനവൻ തൊഴിൽ ചെയ്യണം, അവൻ അധ്വാനിക്കണം. അതുകൊണ്ട് പകലിനെ അല്ലാഹു തആല എന്താക്കിയിട്ടാ നിശ്ചയിച്ചത്? നുശൂറൻ, ഒരു ഉയിർത്തെഴുന്നേൽപ്പ്, ഉന്മേഷത്തോടുകൂടി മനുഷ്യന് അവന്റെ ജീവിത സന്ധാരണ മാർഗങ്ങളിലേക്ക് ഇറങ്ങുവാനുള്ള ഒരു നവോന്മേഷം പകരുന്ന വേളയും സമയവുമാക്കിയിട്ട് അള്ളാഹു പകലിനെ ആക്കിയിരിക്കുകയാണ്. അതേ ആശയമാണ് അള്ളാഹു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വജഅൽനാ നൗമക്കും സുബാതാ വജഅൽനൽ ലൈല ലിബാസാ വജഅൽനൻ നഹാറ മആശാ. അവിടെ പറഞ്ഞത് അങ്ങനെയാ സൂറത്തുൻ നബയിൽ, വജഅൽനൻ നഹാറ മആശാ. മഈശത്ത്, മനുഷ്യന്റെ ജീവിതാവശ്യങ്ങൾ നേടിയെടുക്കുവാനുള്ള സമയവും ഇടവുമാക്കി പകലിനെ അല്ലാഹു നിശ്ചയിച്ചു തന്നു. ഇതൊക്കെ റബ്ബ് ചെയ്തു തന്ന അനുഗ്രഹമാണ്. ആ രൂപത്തിലുള്ള സംവിധാനങ്ങളൊക്കെ അള്ളാഹു നമുക്ക് ഏർപ്പെടുത്തി തന്നു. എന്തിനാ സഹോദരങ്ങളെ? ഇതാ ഈ നിഅമത്തുപ്പെന്ന് നമ്മൾ കേട്ട ആയത്തുകളിൽ തണല്, സൂര്യപ്രകാശം, അതുപോലെ തന്നെ അതിങ്ങനെ ഏറിയും കുറഞ്ഞും വരുന്നത്, സാവകാശം വരുന്നത്, ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ, അതുപോലെ തന്നെ രാവിനെ നമുക്ക് അള്ളാഹു ഒരു വസ്ത്രമെന്ന രൂപത്തിൽ ഒരു സംവിധാനമാക്കി നിശ്ചയിച്ചു തന്നത്, ഉറങ്ങാൻ കഴിയുക എന്ന ഏറ്റവും വലിയ വിശ്രമം നമുക്ക് നൽകുന്ന, നവോന്മേഷം പകരുന്ന ഒരു വലിയ അത്ഭുത പ്രതിഭാസമാക്കി നിശ്ചയിച്ചു തന്നത്, അതുപോലെ ഇവിടെ പകൽ വെളിച്ചത്തിൽ നമുക്ക് ജോലിക്ക് പോകുവാനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി തന്നത്, എല്ലാം അള്ളാഹു അവന്റെ നിഅമത്തുകളായിട്ടാണ് എടുത്തു പറയുന്നത്. എന്തിനാണെന്നറിയോ? ഇതിൻ്റെയൊക്കെ പിന്നിൽ ഏകനായ റബ്ബ് മാത്രമാണ്. അതുകൊണ്ട് അവന്റെ കൽപ്പനകൾ അനുസരിച്ചാണ് ഇവിടെ സൂര്യചന്ദ്ര നക്ഷത്രാദികളും, മനുഷ്യ നീ നടന്നു പോകുമ്പോൾ നിന്റെ മുന്നിലും പിന്നിലും വലത്തും ഇടത്തുമൊക്കെയായി പല ഘട്ടങ്ങളിൽ നീ കണ്ടുകൊണ്ടിരിക്കുന്ന നിന്റെ നിഴലുകൾ പോലുമില്ലേ, ആ നിഴലുകൾ വരെ അള്ളാഹുവിന് സുജൂദിലാണ്. അഹങ്കാരിയായ മനുഷ്യ, എവിടുക്കാ നിന്റെ ഈ അഹങ്കാരം? എവിടുക്കാണ് ഈ കുതിച്ചു പായൽ? എങ്ങോട്ടാണ് ഈ പോക്ക്? ഒന്ന് ചിന്തിക്ക്. ഇവയുടെയൊക്കെ സ്രഷ്ടാവിനെ അവ കൃത്യമായി അനുസരിച്ചും വിധേയപ്പെട്ടുകൊണ്ടും ജീവിക്കുമ്പോ നന്ദി കെട്ടവനായി ജീവിക്കല്ല മനുഷ്യ. നീ നിന്റെ നാഥന് വേണ്ടി കൃത്യമായി ആ ഒരു നല്ല മനസ്സോടെ ജീവിക്കൂ എന്ന മഹിത സന്ദേശമാണ് ഈ വചനങ്ങളൊക്കെ നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ആ ചിന്തയോടെ നമ്മൾ പാരായണം ചെയ്യുക. കൂടുതൽ അള്ളാഹുവിലേക്ക് സൽക്കർമ്മങ്ങളിലൂടെ അടുത്ത് അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടുന്ന ആളുകളിൽ ഉൾപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുക. സർവശക്തനായ റബ്ബ് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പുറത്തു തരുമാറാകട്ടെ. റബ്ബിലേക്ക് കൂടുതൽ അടുക്കുവാനുള്ള മാർഗങ്ങൾ അവൻ നമുക്ക് എളുപ്പമാക്കി തരുമാറാകട്ടെ. സർവപ്രയാസങ്ങളിൽ നിന്നും റബ്ബ് നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഭീതിയോടുകൂടെ ലോകം ഇന്നും വളരെയേറെ ഭയത്തോടുകൂടി കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മഹാമാരിക്ക് എത്രയും വേഗം ഒരു ആശ്വാസം റബ്ബ് നൽകി നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ സജ്ജനങ്ങൾക്ക് അല്ലാഹു സ്വർഗം നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും അവരെയും ജഹന്നമിൽ നിന്ന് കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആതി അൻഫുസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.